KPCC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനങ്ങളാണ് നടക്കുന്നത് UDF പ്രവർത്തകരുടെ. അതിനിടയിൽ ഒരു അപ്രതീക്ഷിത അതിഥിയെ കർമ്മന്യൂസിന് കണ്ടെത്താൻ സാധിക്കും. ഇത് യദു KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്ത വ്യക്തിയാണ്. യദുവിനെ എല്ലാവർക്കും അറിയാം. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി ചില പ്രശ്നങ്ങളും കശപിശകളും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ യദു തികച്ചും നിരപരാധിയാണ് എന്ന് തന്നെയാണ് നമ്മളും യദുവും വിശ്വസിക്കുന്നത്. ഈ പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ യദുവിന്റെ ഈ കേസ് നന്നായി അന്വേഷിക്കുമോ, നീതി ലഭിക്കുമോ യദുവിന് എന്നുള്ളതാണ്. എന്ത് പറയുന്നു യദു? ഭരണം മാറിയപ്പോഴേ എനിക്ക് ചെറിയ വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലാതെയല്ല. UDF വന്നു കഴിഞ്ഞാൽ, ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അത് നീതിപൂർവമായിട്ട് അന്വേഷിക്കും. എന്റെ ഭാഗത്ത് തെറ്റെങ്കിൽ അത് അനുസരിച്ച്, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനനുസരിച്ച് അവർ നീതിപൂർവമായിട്ട്. ആരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കട്ടെ. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനനുസരിച്ച് എന്നെ അത്രയും മാത്രം ബുദ്ധിമുട്ടിച്ചവരെല്ലാവരും. ജോലി പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ, വണ്ടി ഓടാൻ സമ്മതിക്കാതെ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമാണ്, ഇപ്പോഴും പോലും ബസ്സിൽ പ്രൈവറ്റ് ബസ് ഓടാൻ സമ്മതിക്കില്ല. PCC കിട്ടാത്തതുകൊണ്ട് വണ്ടി ഓടാനും പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. CPMന്റെ പ്രതികാര നടപടി ഇപ്പോഴും തുടരുകയാണെന്നാണ്. അവര് പ്രതികാര നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവരെന്നായാലും ഇത് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുക. അതറിയാം, എല്ലാവർക്കും അറിയാം. ആ ഒരു പ്രതികാരം അവർക്ക് എപ്പോഴും കാണും. പുതിയ സർക്കാർ വരുന്ന യദുവിന്റെ കാര്യം കൂടാതെയുള്ള പൊതുവെയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഇപ്പം മോനെ വളർത്തണം. അമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്തുന്ന 2 വയസ്സായ അച്ഛനും അമ്മയും ഉണ്ട്, പ്രായം ചെന്ന ആൾക്കാരാണ്. ഒരു സ്ഥിരമായിട്ടൊരു ഇത് KSRTC ഒരു ദിവസം കയറണം. എന്നാലും സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ വളരെ ഉപകാരം. അതല്ല, പൊതുവെയുള്ള ഇപ്പം കേരളത്തിലെ പുതിയ ഭരണമാറ്റം വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ ഭരണമാറ്റം കൊണ്ടുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഇത് എങ്ങനെ കാണുന്നു? ഇപ്പം ഇവര് ഭരണത്തിൽ വരുമ്പോഴത്തേക്കും മാറ്റം വരും. എല്ലാത്തിനും മാറ്റം വരും. മാറ്റം വരാതെ ഒന്നും ആയിരിക്കില്ല. എന്താ വെച്ചാൽ 10 വർഷമായിട്ട് ഇവർ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഭരണം വന്ന് ഇവരൊന്ന് കയറി ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് അറിയാൻ പറ്റും. എന്തായാലും ഉണ്ടാവും. മറ്റവരെ കാട്ടി എന്തായാലും നീതിപൂർവമായിട്ട് കാര്യങ്ങളുണ്ടാകും. പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഭരണമാറ്റം കേരളത്തിൽ തന്നെ വലിയ മാറ്റം, ജനങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റമായി മാറുമെന്ന്